പടക്കുന്ന മീൻ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഹലോ ഗൈസ് പറയട്ടടോ. അങ്ങനെ ഹലോ ഗൈസ് നമ്മൾ വീണ്ടും മീൻ പിടിക്കാൻ വന്നിക്കാണ്. മീൻ പിടിക്കാൻ കൂടുതലുള്ളത് ഉണ്ണി, വിനോദ്, സനൽ. കുഞ്ഞോ കുഞ്ഞോ കയ്യലിക്ക് അളിയര് കുഞ്ഞു അളിയര്. ഓക്കെ അപ്പൊ നമുക്കിന്ന് ചാകരായിട്ട് വാരി എടുക്കാം. ആയിക്കോട്ടെ. അപ്പൊ മീൻ പിടിക്കുന്നത് ബാക്കി ഭാഗിയിലുണ്ടാവും. മീൻ പിടിക്കാനുള്ള സാധനം ഇര, പുഴുണ്ട്, മണ്ണറുണ്ട്, എല്ലാം ഉണ്ട്. മീൻ സെറ്റ് ചെയ്യുന്നത്, മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഏറെ സെറ്റ് ചെയ്യുന്നത് കാട്ടി ഉണ്ണി കിട്ടനാടെ വെറുതെ എന്തോ തിരിഞ്ഞ് കളിക്കുക. ഓന് കിട്ടൂല. ഉണ്ണേ അങ്ങനെ മീനിനെ കിട്ടൂലടോ, വെറുതെ ഇട്ട് കൊയങ്ങണ്ട. അങ്ങനല്ല, മീനിന് തീറ്റ കൊടുക്കുന്നത് ഉണ്ണി. അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാം, മീനിന് ഫുഡ് കൊടുക്കാൻ പോവാണ്. എന്ത് അങ്ങനെ ഉണ്ട്. അങ്ങനെ പ്രശ്നം നമ്മൾ കാണിക്കാൻ. ഉണ്ണി എന്തോ കിട്ടിയോ? കിട്ടും. മീൻ കിട്ടിയിരിക്കുകയാണ്. അത് കിട്ടിയതല്ല, നേരത്തെ കിട്ടിയ സാധനം ഇപ്പൊ എടുക്കുകയാണ്. ഉണ്ണിക്കുട്ടന് മീൻ കിട്ടി. അടുത്തത് പിടിക്കാനായിട്ട് ഉണ്ണിക്കുട്ടൻ പോവുകയാണ്. ഇനി ഞാൻ ക്യാമറമാൻ, നിങ്ങൾ മൂന്നാണ് മീൻ പിടിക്കുന്നവര്. അപ്പൊ സനലോ ആ വടിമേലെ വള്ളീനെ നിങ്ങൾ നട്ടുവെങ്കി അതാടെ വന്ന് കാണിക്കേണ്ടി തന്നെ ഉണ്ട്. കാണിക്കണോ കൊണ്ട് ചൂണ്ടലിന്റെ ഒരു വള്ളി കാണിക്കി. അത് തിരിക്കി തിരിക്കണോ, തിരിക്കി വെള്ളത്തിൽ ഒട്ടിച്ച് വെച്ച വടിയോ എടാ. അലവോട്ട് മൊത്തത്തിൽ കൊണ്ട് തിരിച്ചിട്ട് വരുന്നോട്ടെ. ഇതാണ് മീൻ പിടിക്കുന്ന വള്ളി. ഇതിന്റെ മുകളിൽ ഒരു ചൂണ്ടൽ പോലും. ആ കിട്ടി 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 അത് കിട്ടി. കൊമ്പൻ സ്രാവിനെ കിട്ടിയിരിക്കുന്നു. കൊമ്പൻ സ്രാവ് എടാ കാട്ടി. ഹലോ മീന് എങ്ങനാ പടക്കുന്ന സാധനം. ഇതിന്റെ പേര് മറ്റേ അമ്മായി പേരല്ലോ അല്ലല്ലോ. ഇത് കരിമീൻ. ആക്ച്വലി ഇത് കരിമീന്റെ കുഞ്ഞാണ്. ഇതാണ് കരിമീന്റെ കുഞ്ഞാണ്. കരിമീന്റെ ഇളയ മോന അനിയൻ 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 ഇഞ്ഞി പിടിച്ചെന്റെ എടാ എടാ കണ്ടി പോണോ. ശരിയന്നെ, ചൂണ്ടല് പോലും ഇല്ലാണ്ട് മീൻ പിടിക്കുന്ന ഒരു ചൂണ്ടൽക്കാരനാണിത്. ചവിട്ടിയാണ് വെള്ളത്തിലിടണോ. ചൂണ്ടൽ വാങ്ങി വരാ. നല്ല അല്ലെ ഒരു മീനെ കൂടെ വലിച്ചു കയറ്റിയാല് കാഴ്ചക്കാർക്ക് ഒരു ഇംപ്രഷൻ ആയി. ആ അതിന് പോവാനോ. വെറുതെ വടിയെടുത്ത് നിൽക്കുക. ഉണ്ണിക്കുട്ടാ മീനിന് തീറ്റ കൊടുത്തോ? ഇല്ല, വീഡിയോ എടുത്തോ. കിട്ടിയോ ജിനോജ? മീനെ കിട്ടിയോ? നോക്കട്ടെ. അതിനറ്റത്തരം ഇത് നൂല് പോലെയുള്ള കൊണ്ട് പ്രശ്നമല്ലേ. കിട്ടുമെന്നല്ല ജിനോജ്. എടുത്ത് ഇതിപ്പോ 1 മിനിറ്റ് കഴിഞ്ഞത്. ഓക്കെ.
സാധനം എടുത്തിട്ട് പോവാന്ന് ഞാൻ അതില് നൂലൊക്കെ ചുറ്റി പോക്കറ്റിലിട്ട് ഇവിടെ വന്ന് വെള്ളത്തിൽ ഇറങ്ങിയപ്പോ പോക്കറ്റ് കാണാൻ അലീനപ്പുരം പോയതാ ആശാനെ പുറത്ത് കയറ് പിടിപ്പിക്കാൻ അവിടെ നിർത്തിയിട്ട് അലി ഞങ്ങൾ ഏടെ നിർത്തിയാലും മനസ്സാകുന്നില്ലല്ലോ എന്താ അല്ലേ പറ്റൂ ആവും പറ്റൂ ഞാൻ പോയി അര വെക്കറ്റ് പിടിച്ചു ഉണ്ണിയേ കൊങ്ങി എനിക്കൊരു അവസരം ഉണ്ടോ കുറച്ചും കൂടി വലിയ മീനുള്ളതൊന്നുമില്ലേ ഓ ഉണ്ട് വലിയ മീനുള്ള ആണെങ്കിൽ രണ്ടനാട്ട് കായലിൽ പോകണം അവിടെ വലിയ ഉണ്ടാവും ചാടുണ്ടോ വീട്ടിലേക്കാ അങ്ങനെ ഞാൻ മീൻ പിടിക്കാൻ കിട്ടും കിട്ടും എടുത്തോ മീനെ കിട്ടൂല എന്നെ കിട്ടുന്നുണ്ട് മണിക്കുട്ടൻ രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് സ്ഥലേ കൊണ്ടേക്കുന്നത് അതിൽ നിർത്തിയിട്ടൊന്നുമില്ല അതിന് ഇല്ല ഇല്ല ഓനെ കിട്ടാത്ത എടുക്കാനാ പറയുന്നത് അതിന് കിട്ടാൻ പ്രത്യേകിച്ച് എടുക്കാനില്ല അവര് പരസ്പരം മാറുകയാണ് ഹിറ്റ് ചെയ്ത് ഗ്യാസിന് മീൻ ഇതുവരെ കിട്ടിയില്ല എന്തൊരു സന്തോഷം പറയും നീ പിടിക്കാൻ വന്നിട്ട് വെള്ളത്തിൽ ചാടുന്നുണ്ടോ ഓക്കെ അല്ലേ ചാടാൻ പോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അളിയനൊരു പേട്ടക്കൂലി പോലും കിട്ടിയില്ല അളിയൻ എന്നെ ചീത്തറിഞ്ഞില്ല അതേ ഉള്ളൂ ഞാൻ വന്ന അളിയന് മീൻ കിട്ടൂല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല അതേപോലാണ് ഷിബു കിട്ടാൻ പരമ കിട്ടൂല അങ്ങനെ ഉണ്ടാക്കും ഒരു ഐക്യുണ്ട് എന്നാല് അപ്പൊ നമുക്ക് ഇനി ചൂണ്ടൽ കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതാണ് ഇനി ചൂണ്ടൽ കിട്ടിയതിന് ശേഷം അടുത്ത പരിപാടിയാണ് വീശുവല നല്ല പറ്റി പറയുകയാണെങ്കിൽ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിടിക്കുന്നത് നോക്കി നിന്നാൽ മതി പിടിച്ചിട്ട് ഒന്ന് കൊത്തിയിട്ട് കഥമഞ്ഞ് പിടിച്ച പോണാവും നിങ്ങളുടെ കൈ വെറുതെ അടങ്ങാൻ വെച്ചോ എന്നിട്ട് ക്യാമറ മനസ്സിലാവില്ല ആരാ പിടിക്കുന്നതെന്ന് നീ കൈ ഇങ്ങനെ വെച്ചത് കൂട്ടാ കൈ മാത്രമേ മുമ്പോട്ട് കിട്ടിയാൽ ഒറ്റ കൈ ബാക്കി അവനെ കാണുക അങ്ങനെ വെച്ചോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇപ്പോ ഒരു പോയിന്റ് കൂടി താത്തി ഓന്റെ ലെവലിലേക്ക് അങ്ങനെ അങ്ങനെ അളിയ അത് അവർ കണ്ടു അത് അവർ നീ പെടയുന്നത് കണ്ടേ അഴിമന്ന് ആ അതിന് പെടയുന്ന കണ്ടിട്ട് അളിയൻ്റെ അതിന് മീനങ്ങ് പോകും അളിയൻ്റെ മുഖത്ത് 1000 സൂര്യൻ വിരിഞ്ഞതിന് തുല്യവും താണ്ട് കിട്ടിയതാ ഞങ്ങൾ അങ്ങനെയൊക്കെ പറയും ഇതിൻ്റെ പേരാണ് കോട്ടിയല്ലേ ചില്ലാങ്കോലിയോ ഇതാ വിളിക്കുന്നത് ഊരാനിക്കറിയോ അങ്ങനെ അങ്ങനെ ഞമ്മക്കൊരു മീൻ കിട്ടി അതാണ് ഈ മീൻ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ആദ്യമായിട്ടല്ലോ നാളെ കിട്ടി ഇതിന്റെ പേരെന്താ പേരൊന്ന് പറയൂ സാറിന്റെ പേരൊന്ന് പറയൂ പരലി മാറി അങ്ങനെ നമ്മൾ വീശുവല ചൂണ്ടലും വന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീശുവലയിലേക്ക് പോകാൻ പോവാണ് ഏടാ വീശുവല ഇടാൻ പോണേ നമ്മള് താഴോട്ടല്ലേ പോണേ ഇനി എന്റെ തല ഒന്ന് മാറ്റുമോ മിസ്റ്റർ മുടിയൻ വീട് വീട് കളിക്കില്ല ചൂണ്ടല് എടാ അതിന്റെ മുകളിൽ ഇതൊന്നും ഇല്ലല്ലോ പോയി ചളിന്ന് പോരി അട്ടുണ്ടാവട്ടോ വേനെന്താ താഴെ തിത്ത കളിക്ക ഞാൻ ഒന്ന് പിടിച്ചു കൂടെ മീനോ കേട്ടി
അങ്ങനെ ഒരു മീനോ? മീനാണോ ഉടുമ്പാണോ? പാമ്പല്ല, ഇങ്ങനെ പോയി. പാമ്പല്ല, എങ്ങനെ പോയി? ഇങ്ങനെ. ആ ഓക്കെ, എന്നാ മീനായിരിക്കും. ആ എടുത്തേക്ക്, എനിക്കുള്ള പണി തരാം. ഇവിടെ നല്ല രസമുണ്ട്, ഇവിടെ നല്ല രസം നിങ്ങൾ കാണാൻ. ഇല്ല ഇനി ചെറുതാവില്ല, ഇത് വലുതാന്നറിയാം. ഇങ്ങനെ വലുതായി വന്നാ ഇത്ര ഉള്ളേ? ഇനി കുറയോ? സത്യം അത്ര തടി ഉണ്ടാവും. ഇത്ര തടിയും ഇത്ര നിങ്ങളുള്ള മീനാണ് ഇവിടെ താഴത്ത് കണ്ടുപോ. അല്ലെ അതിനെ ചൂണ്ടല്ലേ കുടിച്ചോളിഞ്ഞാല്. ഉണ്ണി കാല് കഴുകാൻ കുപ്പിമലി. അതെന്താ എൻ്റെ ഉദ്ദേശം? എന്താ ഉണ്ണി? ചളി കാല് കഴുകാൻ വെറൈറ്റി ഐഡിയ ആയിട്ട് ഉണ്ണി നേരെ വെള്ളത്തിൽ മുക്കി എടുക്കുക. ഇനി ഈ വെള്ളം നിറയോ? ഓക്കെ, നിറയ്ക്കാൻ വേണ്ടി ഫോൺ എടുത്തരാം. ഫുള്ള് വെറൈറ്റി തന്നെ. കല്ലൊക്കെ ഇട്ട് ലോഡ് ചെയ്ത് അതിനകത്ത് കല്ലിട്ടിരുന്നെങ്കിൽ പൊട്ടാ ചളിയായി പോയല്ലോ. ഇനി എടാ ആടെ ഇറങ്ങിയാൽ സുഖമായിട്ട് കാല് കഴിക്കൂടെ അങ്ങനെയാണെങ്കിൽ. എന്ത് കല്ലൊക്കെ ഇട്ടും കയറ്റോ? അതിൽ കയറൂല. എനിക്ക് പോലെ ഒരുമിച്ച് പോവാ. ഇവനിത് വെള്ളം നിറച്ചാളുടെ ഇതിനകത്ത് കുപ്പിയിൽ. ഉണ്ണിൻ്റെ വെറൈറ്റി ഐഡിയ. പോലെ കിട്ടോ? ഞങ്ങളുണ്ട് കേട്ടാ. എൻ്റെ അല്ല, എൻ്റെ എണ്ണ തിരിയാനോ? മിസ്റ്റർ മാൻ, അത് വെള്ളത്തിൽ നീ ഇതാ അങ്ങോട്ടേക്ക് ഇതാ. ഈ ഗ്യാപ്പിൽ ഇറങ്ങി കാലി ചെയ്യുക. ഒരു കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നതാണ് ഗേസ് കാണുന്നത്. കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക കാല് കഴിക്കാൻ. അതിൻ്റെ ഉള്ളിൽ കല്ലിട്ട് ലോഡാക്കി വേറെ കാല് കഴിക്കാൻ പറ്റുമോ? ഇവിടുന്ന് കാല് കഴിക്കാൻ പറ്റുമോ? പക്ഷെ അതിന് കാണിക്കുന്ന കാണിപ്പാണ് ഇത്. ചില്ലറ പ്രാന്തൊന്നുമല്ലേ. ചളി ആ വെള്ളത്തിന്റെ കളർ താട്ടി നോക്കട്ടെ. ഈ വെള്ളം ആ വെള്ളത്തിന് ഈ ആധുനിക കാലത്ത് ഇമ്മാരി പ്രാന്തന്മാരുണ്ടോന്ന് ഉണ്ട്. ഞാനുണ്ട്. ഇത് എൻ്റെ തീരൂല. ഇനി കൈകിട്ട് വാൻ തരൂ. ഇത് ഹെൽമെറ്റ് പിടിക്കണോ? ബേഗ് അടിക്കാം. ഇതും പിടിക്കുമോ? ബേഗ് ഞാൻ പിടിച്ചാൽ പോലെ എന്ത് രണ്ടും ഇനി പിടിച്ചോ. വേണ്ട, ഹെൽമെറ്റ് പിടിക്കാൻ കയ്യായിട്ട് വെച്ചിട്ട് ബേഗ് പിടിച്ചാൽ ഉണ്ണിയേ കമോൺ ബാ. ആടെ തൊങ്ങിയാൽ കാണൂല. എന്നെ വാ. ഇപ്പം എൻ്റെ പ്രാന്ത്. വാ, ആടെയൊക്കെ അപ്പുറത്തൊക്കെ വെള്ളമുണ്ട്. വാ 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 വാ. ചേമ്പാണ്. അട്ടനെ കണ്ട് ജീവനം കൊണ്ട് ഓടിയോനോ അവന്. നല്ല അട്ട നോക്കിയാ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ വീശുപോലെ അറിയാൻ വേണ്ടി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് ഗൈസ്. ഉണ്ണി എന്നിട്ട് കറക്റ്റ് സ്പോട്ടും മനസ്സിലാവും. അക്ഷരം എടുത്തിട്ട് ഊക്കുകയും ചെയ്യൂ. അങ്ങനെ നമ്മളെ മീൻ പിടിക്കുന്ന ആൾക്കാർ ഇതാ മുന്നിലുണ്ട്. എങ്ങനാ എടാ ഉണ്ണിയാൻ്റെ വണ്ടി മാറ്റി കൂടി. ഓ ഞാൻ പിടിക്കും കൊണ്ടാ. ഓ ചെവി എന്തെടുത്തറിഞ്ഞി. ഇന്നത്തെ സ്പോട്ടിലേ പോലെ ഇങ്ങനെ വിലക്ക മുന്നിൽ പോകണേ. ഞാൻ പറഞ്ഞു ആ കറങ്ങി 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 ആ ജസ്റ്റ് മുന്നോട്ട് തള്ളിയാൽ കയറിപ്പോവും. വാട്സാപ്പ് അടുത്ത സ്പോട്ടിലേക്ക്. ഓക്കെ വരാം വരാം. വിട്ടോ വിട്ടോ.
നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങോട്ട് വാ. ആ പറഞ്ഞില്ലേ ചൂണ്ടൻ്റെ കാര്യം കഴിഞ്ഞു. ഇപ്പം ചൂണ്ടൽ കഴിഞ്ഞ് വീട്ടുവലിയുടെ സ്പോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള വഴി നല്ലൊരു വഴിയല്ല. ഇപ്പോഴാണ് നമ്മൾ നല്ല റോഡിലേക്ക് കയറിയത്. പോയിക്കൊണ്ടിരിക്കുന്നത് അയ്യോ. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തിയിരിക്കുന്നു. ഈ സ്പോട്ടിൽ ഇവിടെ അല്ല നമ്മൾ നാളെ വന്ന് മീൻ പിടിച്ചേ. യെസ്, ഇതാണ് ആ തോട്. ഈ തോട്ടിൽ വെള്ളം കുറഞ്ഞേക്കുന്നല്ലേ? വെള്ളം കുറഞ്ഞല്ലേ, കത്തിയെടുത്തായിട്ട് ഇറങ്ങിയാലേ കുറച്ച് ഈയം കിട്ടും. ഇതാണ് ആ തോട്. ആ എന്തേ അതിന് ഓൾക്ക് കൊടുത്ത കടി ഓടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഓക്കെ തിന്നാൻ ഉണ്ണിക്കുട്ടി പള്ളയെ വയ്ക്കിട്ട് ഒരു വെള്ളവും മിച്ചറും എന്തെങ്കിലുമൊക്കെ വാങ്ങി വരാം. ആ പോകാന്നാല് ഇവിടെ അടുത്ത് തന്നെ പീടിയുണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാ നീ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള വീട് വരും. ഞങ്ങൾ വാങ്ങി വരുമ്പോൾ എടുത്തായി പോരാ. രാജാവേ ഇത് വേറെ ടൈപ്പ് ചൂണ്ടലേ? വെറൈറ്റി ചൂണ്ടലേ? മീനാണ് ഗൈസ് ഇത്. ഏത്? അതെന്നെ പിടിച്ച്. അതിനാണ് ഞാൻ പിടിച്ചത്. കിട്ടിയ മീൻ സാധനം കട്ടുങ്ങാലി ഞാൻ മറ്റൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ വീശുവല അറിയാൻ വേണ്ടി പുഴയിലേക്ക് പോവുകയാണ്. വേവാ. ഓ കഴിഞ്ഞോ? ശരി ഇതാണ്. അങ്ങനെ നമ്മൾ പുഴയിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അട്ട ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്നാളെ നമ്മൾ വന്നത് ഇതേ സെയിം സ്പോട്ടിൽ തന്നെയാണ്. എടാ അവിടെ ചെരുപ്പ് താന്നു കേട്ടോ, സൈഡിൽ കൂടി പോരാ. ചളി എന്ന് പറഞ്ഞാൽ ഇതാണ് ചളി. അങ്ങനെ നമ്മൾ പുഴയിലേക്ക് റീച്ച് ആയിരിക്കുന്നു ഗേസ്. കുഞ്ഞെന്താ കിട്ടിയോ? മാൻ കിട്ടിയോ? അത് ഉറപ്പ്. എവിടെ നിന്നാ നടക്കലുണ്ട്? മീനെ കിട്ടിയോ ഉണ്ണിക്കുട്ടനെ? അയ്യോ ചൂരിനെ ഇട്ടാളോ? ചൂരിയാണോ? അത് പറ്റാ പൂച്ചനെ കൊല്ലി എന്ന് പറയും. പൂച്ചനെക്കൊല്ലി. പൂച്ചൻ കൊല്ലി. ആരായിക്കും ആ മുളകുറ്റ ഒക്കെ ഒഴുകി വന്നു. ആ മുളകുറ്റുള്ളത് കൊണ്ടാണ് ഇപ്പൊ എറിയാൻ ചെറിയ താമസം ഉള്ളത്. അത് എറിഞ്ഞൊരാള് ഞാനല്ല ഇവനാ കുട്ടനുണ്ണി. അവിടുന്ന് വഴി ഇതാ വിഷമത്തിൽ നിൽക്കാണ്. ഈ കാണപ്പാണ് ഇടിയില്ല. ഫിഷിങ്ങോട് ഫിഷിങ് തന്നെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുക. അളിയൻ ചരിത്രം തിരുത്തി കുറിച്ച് അളിയൻ കം ബാക്ക് മോഡ്. എന്റെ കയ്യിൽ അങ്ങനെ പിടിക്കാനാകുമോ 1.5 കിലോ ഉള്ളത്? ഇതെന്താ സാധനം എന്നറിയാം ഞങ്ങൾക്ക്? പള്ളത്തി ഇതാണ് ഇരുമീൻ.
ഇതല്ല ഇരുമീൻ. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലേ? അല്ല ഞാൻ കണ്ടില്ല. അലി അത് ഇരുമീനല്ലേ? വള്ളത്തിലാ നമ്മളെ അമ്മായി മീൻ എന്ന് പറയും. അമ്മായിപ്പാരലെന്ന് അറിയും. അമ്മായിപ്പാറിൽ നേരത്തെ കണ്ട ഇരുമീൻ ഇങ്ങനത്തെ നല്ല പിടിച്ചു കഴിഞ്ഞിട്ട് വന്ന് മുദ്ര ശ്രദ്ധിക്കും. മുദ്ര പേര് മാറ്റി അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങളിത് അതുപോലെ വലിയ കവറിലൊക്കെ ഫുള്ളായി കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ പുഴയിലേക്ക് വീണ്ടും പുഴേൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഉണ്ടാക്കി പോണേ. അങ്ങനെ നമ്മൾ പുഴയിൽ തിരിഞ്ഞിട്ട് അങ്ങോട്ട് നേരെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് നേരങ്ങട് പിന്നെയാണ് മാറ എൻ്റെ കാലം മാറ്റി. മറ്റോനെ നല്ലോണം വലിച്ചിട്ട് ഓനെ കൂടി സ്വീപ്പാക്കി ഓന്. അയ്യോ എന്തോ ഉണ്ടല്ലേ ഇല്ലേ അതിൻ്റെ ഉള്ളേ എവിടാ? ചെറിയ മീനേ ഉള്ളൂ. അതങ്ങായിട്ട് വെച്ചാൽ മതി. തലങ്ങോട്ട് ഇതിനെ വലിക്കണോ? വെക്കുക പക്ഷേ ഈ പിടിച്ചതിൻ്റെ വലിയ വിഷം. 2.2 2.2 പറഞ്ഞാൽ ചെറുതാ. ഓൻ തിന്ന് തീർക്കും. ഈവനാണ് അവൻ. കൺവിൻസിങ് സ്റ്റാർ. നമ്മൾ ഇവിടെയൊക്കെ പറയുന്നത് എന്ത് ഇത് വേറെ യൂട്യൂബിൽ പോകുമ്പോൾ വേറെ നാട്ടിൽ വേറെ പേരയക്കുന്നത്. എന്ത് ഇതോ അയൽപ്പായോ? കൂട്ടായിലേക്ക് കയറണം. ഒരു മീൻ ഏതാ ഇരുമീന്? ഏതാണ് ഇരുമീന്? ഇതാണ് ഏടാ കാട്ടി സ്രാവിനൊന്ന് കാട്ടിങ്ങി. ഇതാണ് ഇരുമീൻ. അതോ അതിന് പുള്ളി ഉണ്ടാവില്ല. കരിമീൻ്റെ അനിയനല്ല, പക്ഷെ കുടുംബത്തിൽ അളിയൻ വല്യച്ഛൻ്റെ മോനൊക്കെ ആയിട്ട് വരും. ഉണ്ണിക്കുട്ടെ അളിയനാക്കുന്ന മാലിന്യ കുമ്പാരണത്തിനിടെ പോയി മീൻ പിടിക്കുക. പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞെടുക്കുന്ന പുഴ. ജിനോജ ഇതാ ഞാൻ പറഞ്ഞോ, പ്ലാസ്റ്റിക് അടിഞ്ഞു കൂടി ഉണ്ടോ? നമുക്ക് ഫുൾ പ്ലാസ്റ്റിക് ഉണ്ട്. ഓടുവാ കാണിച്ചതാ. ചേമ്പിനിടയിൽ കൂടി പോണ തളപതി. അല്ലടാ ഞാൻ എത്തൂല. പറയണേ ശരിയല്ലേ? അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടികൾ തീർന്നിരിക്കുന്നു. എന്തായില്ല ഇത് ഓണാടത് ഓടിക്കൊണ്ടിരിക്കണേന്റെ മുകളിൽ ഞാൻ കണ്ണ് ചുമ്മിന്നും പറഞ്ഞു വരരുത്. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ തീർന്നിരിക്കുന്നു. ബൈ. എൻ്റെ അത് വലിയ നമ്മളെ ഫിഷർമാൻമാര് നമ്മൾ വില അടുത്തേക്ക് വന്നതാണ് മീൻ പിടിക്കുന്നത് കാണാൻ. അപ്പൊ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് പിടിച്ച മീൻ ആക്കുന്ന. അപ്പൊ എന്തായാലും ബൈ.